വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി 10th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫിഗർ ആയിട്ടാണ്. ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഈ പടം വെച്ചിട്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ആർട്ടിസ്റ്റ് ഫ്രെഡറിക് സോറോ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായി. അപ്പോൾ ആ ആർട്ടിസ്റ്റ് 1848 പുള്ളി വരച്ച ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രെഡറിക് സോറോ എന്ന് പറയുന്ന ഈ ആർട്ടിസ്റ്റിന് ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ഓക്കെ, ഹി ഹാഡ് എ ഡ്രീം ആൻഡ് ആ ഡ്രീം അദ്ദേഹം ഒരു പിക്ചറായിട്ട് റെപ്രസെൻ്റ് ചെയ്താണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിൻ്റെ അകത്ത് അദ്ദേഹം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഇൻ യൂറോപ്പ് ആൻഡ് അമേരിക്ക, അതാണ് മെയിനായിട്ട് പുള്ളി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഹി ലിവ്ഡ് ഇൻ യൂറോപ്പ്. ഓക്കെ, അപ്പോൾ 19th സെഞ്ച്വറിയിൽ യൂറോപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഉള്ള യൂറോപ്പ് പോലെ അത്ര ഫാൻസി ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും ആയിരുന്നില്ല യൂറോപ്പ് അന്നേരം, ആ ടൈമിൽ, ആ കാലഘട്ടത്തിൽ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണാർക്കി സിസ്റ്റമാണ് യൂറോപ്പിൽ, അതായത് ഈ രാജ്യഭരണം എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ആബ്സല്യൂട്ടിസം ആയിരുന്നു, അതായത് മൊണാർക്കി ഗവൺമെൻറ് ആയിരുന്നു എന്ന് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അക്കാലത്ത് ആർക്കും ഫ്രീഡം ഉണ്ടായിരുന്നില്ല, ആർക്കും ഒന്നും ചെയ്യാനുള്ള അധികാരമോ അവകാശമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഈ മൊണാർക്കി ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഈ നമ്മുടെ യൂറോപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഫ്രീഡം ഇല്ലാണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ട് തുടങ്ങി. ഓക്കെ, കുറേ നാളായിട്ട് ഇങ്ങനെ ഇവരുടെ ഭരണവും കാര്യങ്ങളൊക്കെ ഇട്ട് ആൾക്കാർക്കൊന്നും ചെയ്യാനുള്ള അവകാശമില്ല, ഒന്നിനും അധികാരമില്ല, എല്ലാം ഈ മൊണാർക്കി ഗവൺമെൻറ്റിൻ്റെ പവറിൻ്റെ ഉള്ളിലെല്ലാം ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫ്രീഡം വേണം എന്ന് അവർക്ക് തോന്നി. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഈ യൂറോപ്പിയൻസ് എന്ത് ചെയ്തു, തിരിച്ച് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു മോട്ടീവ്, ആ ഒരു ചിന്ത അവർക്ക് വന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഈ പിക്ചറിനകത്ത് കാണിക്കുന്ന മൊത്തം എന്താണ്, ഈ ഫ്രെഡറിക് സോറോയുടെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് പുള്ളി കാണിക്കുന്നത് മൊത്തം. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ് ഡ്രീം വാസ് എ വേൾഡ് വൈഡ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക്, അതായത് ലോകം മൊത്തം ഒരു വേൾഡ് വൈഡ് ഡെമോക്രാറ്റിക് ആയിട്ട് മാറണം. രാജാവിൻ്റെ ഭരണം നിന്നിട്ട്, അതായത് ഇങ്ങനെ മൊണാർക്കി റൂൾ നിന്നിട്ട് ഒരു ഡെമോക്രാറ്റിക് പീപ്പിൾ ഭരിക്കുന്ന രീതിയിലേക്കായി മാറണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രീം. ഇപ്പം ഈ പിക്ചറിനകത്ത് നമുക്ക് കാണാം ഒരു ഫീമെയിൽ ഫിഗർ നിൽപ്പുണ്ട്. നമ്മൾ ഈ പിക്ചറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു സ്റ്റാച്ചു നിൽപ്പുണ്ട്. സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയാണ് കാണിച്ചിരിക്കുന്നത്. സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയുടെ കയ്യിൽ എന്തുണ്ട്, ഒരു ടോർച്ച് ഉണ്ട്. ഹോൾഡിങ് ഇൻ വൺ ഹാൻഡ് ഇസ് എ ടോർച്ച് ആൻഡ് അതർ ഹാൻഡ് ഇസ് എ ചാർട്ട്. ഓക്കെ, അപ്പോൾ ആ ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചിരിക്കുന്നത് ഒരു ടോർച്ചാണ്. ഓക്കെ, പിന്നെ ഇരിക്കുന്നത് എന്താണ്, മറ്റേ കയ്യിൽ ഒരു ചാർട്ടാണ്, ഒരു പത്രിക. ഓക്കെ, അപ്പോൾ 19th സെഞ്ച്വറിയിൽ ഈ ആർട്ടിസ്റ്റ് ഈ ലിബേർട്ടിനെ കമ്പയർ ചെയ്യാണ്. ലിബേർട്ടി ഈസ് വാട്ട്, ലിബേർട്ടി എന്ന് പറഞ്ഞാൽ ഫ്രീഡം. ഓക്കെ, അപ്പോൾ ഫ്രീഡത്തിനെ കമ്പയർ ചെയ്യാണ്. എന്തിനായിട്ട് കമ്പയർ ചെയ്യുന്നത്, ഒരു ഫീമെയിൽ ഫിഗറായിട്ടാണ് ലിബേർട്ടിനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫീമെയിൽ ഫിഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ ഫീമെയിൽസ്, അതായത് നമ്മുടെ ആർട്ടിസ്റ്റ് വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഫീമെയിൽസ് ആർ ലൈക്ക് വെരി പവർഫുൾ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ കഴിവുള്ളതും ഒരുപാട് സഹനശക്തിയൊക്കെ ഉള്ള, ലോട്ട്സ് ഓഫ് പേഷ്യൻസ് ഒക്കെ ഉള്ള ഒരാളാണ് സ്ത്രീ. അപ്പം അതുകൊണ്ട് ഫ്രീഡത്തിനെ ഒരു ഫീമെയിൽ സ്റ്റാച്ചു ആയിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഇനി ഈ ഫിഗറിനകത്ത് നമുക്ക് കാണാം കുറേ ആൾക്കാർ ഒരു ലോങ് മാർച്ച് ചെയ്ത് വരികയാണ്. അല്ലെ, അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ ആൾക്കാരിങ്ങനെ മാർച്ച് ചെയ്ത് വരികയാണ്, നടന്ന് വരികയാണ്. അപ്പം എങ്ങോട്ടേക്കാണ് വരുന്നത്, ഈ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയുടെ അടുത്തേക്കാണ് വരുന്നത്. അവരുടെ എല്ലാവരുടെയും കയ്യിൽ കുറേ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവരുടെ എല്ലാവരുടെയും കയ്യിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്താണത്, ദേ ആർ പീപ്പിൾ ഫ്രം യൂറോപ്പ് ആൻഡ് അമേരിക്ക. ഓക്കെ, യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരുന്ന ആൾക്കാരാണ് ആ വരുന്നതെല്ലാം. ഓക്കെ, യൂറോപ്യൻസും
അമേരിക്കൻസും ആൾക്കാരൊക്കെയാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം. ഈ ടോർച്ച് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ടോർച്ച് റെപ്രസെൻറ്റ്സ് ദ ടോർച്ച് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. ഓക്കെ, അതായത് ലോകം മൊത്തം വെളിച്ചത്താൽ പ്രകാശിക്കട്ടെ എന്നുള്ള ഒരു ഇതോടെ, അതായത് എല്ലാവരും ഫ്രീഡത്തിലേക്ക് ചിന്തിക്കട്ടെ എന്നുള്ള ആ ഒരു അതാണ് കാണിക്കുന്നത്. പിന്നെ ചാർട്ട് കാണിക്കുന്ന ഒരു പത്രിക ഉണ്ടെന്ന് പറഞ്ഞല്ലോ, മറ്റു കയ്യിൽ ഒരു ചാർട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം ചാർട്ട് എന്താണ്? ദ ചാർട്ട് ഷോസ് റൈറ്റ്സ് ഓഫ് മെൻ. ഓക്കെ, കോമൺ പീപ്പിളിൻ്റെ അധികാരാവകാശത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ചാർട്ടാണ് ഇപ്പുറത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അതിനെയാണ് ആ ചാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ മാർച്ചിൽ ആരൊക്കെയുണ്ട്? എല്ലാ ഡിവിഷൻസ് ഓഫ് സൊസൈറ്റി ഉണ്ട്. അതായത് ആൾക്കാർ, പീപ്പിൾ, ചിൽഡ്രൻ, മെൻ, ഫീമെയിൽസ് എല്ലാവരും ഉണ്ട്. ഓക്കെ, ലൈക്ക് ഇങ്ങനെ ഫീമെയിൽസ്, മെൻസ്, ചിൽഡ്രൻ, അങ്ങനെ പ്രായമുള്ള ആൾക്കാർ, ചെറുപ്പക്കാർ, ഇങ്ങനെ എല്ലാവരും, കുട്ടികളടക്കം എല്ലാ ആൾക്കാരും ഈ മാർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദേ ഹാവ് ഇൻ ദെയർ ഹാൻഡ്സ് എ ഫ്ലാഗ് ഓഫ് ദെയർ കൺട്രി. അപ്പം ഓരോ ആൾക്കാർ, നടന്നു വരുന്ന ആൾക്കാരുടെ കയ്യിൽ അതാത് ആൾക്കാരുടെ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ആയിട്ടാണ് അവർ നടന്നു വരുന്നത്. പിന്നെ ദേ ഹാവ് ഇൻ ദെയർ ഹാൻഡ്സ്, പിന്നെ അവർ എന്താണ്, ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കടന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ, ഈ പിക്ചറിൻ്റെ ഈ എൻഡ് ഭാഗത്ത് നമുക്ക് കാണാം എന്താ ഉള്ളത്, ഒരു നിലത്ത് എന്തോ സംഭവം കിടക്കുന്ന പോലെ ഉണ്ടല്ലോ. അതെന്താണ്? അത് ശരിക്കും ഷാറ്റേർഡ് പാർട്സ് ഓഫ് തിങ്സ് ദാറ്റ് റെപ്രസെൻറ്റ് അബ്സല്യൂട്ടിസം ആണ്. അതായത് എന്താ പറയുക, മൊണാർക്കി, ഈ രാജാവ് ഭരണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് പൊട്ടി നശിച്ചു എന്നൊക്കെ പറയില്ലേ. അതായത് ഒരു രാജ്യഭരണം എന്നൊക്കെ പറയുന്ന സംഭവം ഫുൾ ഇല്ലാണ്ടായി, ഷാറ്റേർഡായി, നശിപ്പിച്ചു, പൊട്ടി. അപ്പോൾ അങ്ങനെ നശിപ്പിച്ചു എന്ന് കാണിക്കാനായിട്ടാണ് ഈ രാജാവ് അല്ലെങ്കിൽ രാജഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും പൊട്ടിച്ച രീതിയിൽ നിലത്ത് കിടക്കുന്നത്. പീസസ്, യു ക്യാൻ സീ പീസസ് ഓഫ് ക്രൗൺ, അല്ലെ, ക്രൗണിൻ്റെയൊക്കെ പീസ് നമുക്ക് അവിടെ കാണാം പടത്തിൽ. അപ്പോൾ രാജാവ് അല്ലെങ്കിൽ രാജ്യഭരണം നശിപ്പിച്ചു, പൊട്ടി എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നതാണ് ആ സംഭവങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ പിന്നെ ആബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഒരു വേർഡ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഗവൺമെൻറ്. ഓക്കെ, മൊണാർക്കി ദറ്റ് വാസ് സെൻട്രലൈസ്ഡ്, മിലിറ്ററൈസ്ഡ് ആൻഡ് റിപ്രസീവ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു മൊണാർക്കി റൂളിനെ അല്ലെങ്കിൽ സംഭവത്തിനെ പറയുന്ന പേരാണ് ആബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതായത് ഇപ്പോൾ സിംഗിൾ മൊണാർക്ക് എല്ലാ ഒരു പവേഴ്സ്, സുപ്രീം പവർ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ മൊത്തം അതോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, പിന്നെ ഈ രാജാവ് തന്നെ ആൾക്കാരെന്ത് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് പിടിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, അങ്ങനെ. പിന്നെ ഇവരെല്ലാവരും ഇങ്ങനെ ഫ്ലാഗ് പിടിച്ച് നടന്നു വരുന്നതിനോട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ ട്രൈങ് ടു ഷോ ലവ് ടുവേർഡ്സ് നേഷൻ. ഓക്കെ, അതാണ് അതാത് രാജ്യത്തോടുള്ള സ്നേഹം കാണിക്കാനായിട്ടാണ് ആ കൊടിയാക്കിയിട്ട് പിടിച്ചിങ്ങനെ നടന്നു വരുന്നത്. പിന്നെ ഫ്രെഡറിക് സോറോ കൺവേസ് ത്രൂ ഹിസ് പിക്ചർ ദാറ്റ് ദേ നീഡ് എ ഫ്ലാഗ്. അപ്പോൾ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളതാണ് ഫ്രെഡറിക് സോറോ ഇങ്ങനെ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ വിഷൻ പറയുകയാണ്, അതായത് എന്താണ് ആൾക്കാർക്ക് വേണ്ടതെന്ന്. ആക്ച്വലി ദേ നീഡ് എ ഫ്ലാഗ്, അവർക്ക് അവരവരുടെ കൺട്രിക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാഗ് വേണം. ആൻഡ് ദേ നീഡ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. പിന്നെ അവർക്ക് വേണ്ടത് ഒരു നാഷണൽ കോസ്റ്റ്യൂമാണ്. ഓക്കെ, സ്വന്തം രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂം, നാഷണൽ കോസ്റ്റ്യൂം വേണം. പിന്നെ അവർക്ക് സ്വന്തം രാജ്യം എന്നുള്ളൊരു ബോർഡർ വേണം. അതായത് സ്വന്തമായ എൻ്റെ രാജ്യത്തിൽ എനിക്ക് ഒരു ബോർഡർ എൻ്റെ രാജ്യം എന്നുള്ള രീതിയിൽ ഒരു ബോർഡറിലായിട്ട് താമസിക്കുക, അങ്ങനെ മനസ്സിലായി, അങ്ങനത്തെ ഒരു അതായത് എൻ്റെ രാജ്യം എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു ബോർഡർ വേണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ നടന്നു വരുന്ന ആൾക്കാരെല്ലാവരും അവരവർ ഇട്ടിരിക്കുന്നത് അവരുടെ നാഷണൽ കോസ്റ്റ്യൂമാണ്. അതായത് ഇതെല്ലാം ഒരു ഇമാജിനേഷനാണ്. ഓക്കെ, ഒരു ആർട്ടിസ്റ്റ് അയാളുടെ വിഷനാണ് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അയാൾക്ക് എന്താണ്, അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്നാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അമേരിക്കക്കാർ, ഇപ്പം നമുക്ക് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അമേരിക്കക്കാരും സ്വിറ്റ്സർലാൻഡുകാരും ഓൾറെഡി എന്താണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി പാസ് ചെയ്തു പോയി കഴിഞ്ഞു, അല്ലേ? അവർ ഓൾറെഡി ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അത് കഴിഞ്ഞ് നടന്നു. ഓക്കെ, അപ്പോൾ അത് അവർ ഉദ്ദേശിക്കുന്നത് എന്താ? സ്റ്റാച്യു ഓഫ് ലിബർട്ടി കടന്നു പോയി കഴിഞ്ഞാൽ ദേ ഹാവ് ഫ്രീഡം, അവർക്ക് ഫ്രീഡം കിട്ടി, അവർക്ക് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടി, നാഷണൽ ഫ്ലാഗ് കിട്ടി, അതുപോലെ തന്നെ നാഷണൽ ഡ്രസ്സും കിട്ടി, ആൻഡ് ഓൾസോ ബോർഡർ ടു ലിവ് ഇൻ, അതും അവർക്ക് കിട്ടി.
പുറകിൽ കാണാം നമുക്ക് ഫ്രാൻസുകാർ വരികയാണ്. ഫ്രാൻസുകാർ ഇപ്പം പാസ് ചെയ്യും സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്നുള്ള രീതിയിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂൺ അവരും ഒരു നേഷൻ ആവും എന്നാണ് ഈ ഫിഗറിനകത്ത് ബാക്കി അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് കാണാം ഈ ഫിഗറിനകത്ത് മേലെ നമുക്ക് കാണാം സ്കൈയിൽ നമുക്ക് എന്തുണ്ട്, ക്രൈസ്റ്റ് ഉണ്ട്, പിന്നെ ഏഞ്ചൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് അവരെല്ലാവരും താഴ്ത്തു നടക്കുന്ന വളരെ നല്ല കാര്യത്തിന് ഈ ജീസസ് ക്രൈസ്റ്റും പിന്നെ ഏഞ്ചൽസും എല്ലാം ബ്ലെസ് ചെയ്യുവാണ്. ഓക്കെ, താഴ്ത്തു നടക്കുന്ന ഈ നല്ല കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ മേലെ നിന്നിട്ട് ഈ ഏഞ്ചൽസും ഒക്കെ കൂടി ബ്ലെസ് ചെയ്യുവാണെന്ന്. ഓക്കെ, പിന്നെ ഫ്രാറ്റേണിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ഫ്രാറ്റേണിറ്റി? ഫ്രാറ്റേണിറ്റി മീൻസ് ലൈക്ക് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയറിങ് കോമൺ പ്രൊഫഷൻ ഓർ ഇൻട്രസ്റ്റ്. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് ഫ്രാറ്റേണിറ്റി. ഇനി പിന്നൊരു കാര്യം പറയുന്നത് ഇത് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇൻ സോറോസ് ഉട്ടോപ്യൻ വിഷൻ. ഉട്ടോപ്യൻ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉട്ടോപ്യൻ വിഷൻ ഇസ് സംതിങ് ദാറ്റ് ഇസ് അൺലൈക്ലി ടു ആക്ച്വലി എക്സിസ്റ്റ്. അതായത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം, മനസ്സിലായോ? ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിന് നമ്മൾ ഉട്ടോപ്യൻ വിഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഉട്ടോപ്യൻ വിഷൻ, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഫ്രെഡറിക് സോറോയുടെ ഉട്ടോപ്യൻ വിഷൻ ആണെന്നാണ് ഇത് പറയുന്നത്. ബിക്കോസ് ഇത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ, മൊണാർക്കി റൂളിൽ നിൽക്കുന്ന ഒരു വലിയൊരു സ്ഥലം. അപ്പം അതിൽ നിന്നൊക്കെ ഇങ്ങനെ മോചനം വന്നിട്ട് ഇങ്ങനെ ഇതുപോലെയൊക്കെ ഈ ഫിഗറിലുള്ള പോലെയൊക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആക്ച്വലി എൻ ഉട്ടോപ്യൻ വിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്തിനോട്ടാണ്? ഇറ്റ് ഈസ് പോയിന്റിങ് ഔട്ട് ടു നാഷണലിസം. ഓക്കെ, അപ്പോൾ നാഷണലിസത്തിലേക്കാണ് ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് സെക്ഷൻ. ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ഭാഗം കൊടുത്തിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പം ഇത്രയും പോർഷൻസ് എല്ലാവരും ടെക്സ്റ്റിൽ വായിച്ചു നോക്കുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് എൻജോയ് ദ ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.